ഹായ് ഹലോ എവരി വൺ. ഇതിപ്പോൾ ഞാനൊരു വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഒരു കിടക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ ഉള്ളൊരു വ്ളോഗായിട്ട് എടുത്തതാണ്. ഇപ്പോൾ വിളക്ക് കത്തിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കയറി വരും നമ്മുടെ കുട്ടൂസൻ. വന്ന് മേലെ വന്ന് ആകെ ബഹളമാണ്, വിളക്കൊന്നും കത്തിക്കാൻ സമ്മതിക്കില്ല. പിന്നെ അവൻ പറയുന്നതൊക്കെ കേട്ട് നമ്മൾ വിളക്ക് കത്തിക്കണമെങ്കിൽ വിളക്ക് കത്തിക്കാം, അല്ലെങ്കിൽ വിളക്കൊന്നും കത്തിക്കണ്ട, അങ്ങനെയാണ് പരിപാടി. അങ്ങനെ അവൻ്റെ നിർദ്ദേശത്തിൽ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ കൃഷ്ണനെയൊക്കെ തൊഴുത് എല്ലാവരെയും തൊഴുത് സ്വാമികളൊക്കെ തൊഴുത് അങ്ങനെ ഇത് കണ്ടില്ല, മണി ബാക്കി കിടപ്പുണ്ട് കേട്ടോ, തിരിഞ്ഞപ്പോഴാണ് കണ്ട. അങ്ങനെ ഇപ്പം മണിയൊക്കെ മേടിച്ചങ്ങ് വയ്ക്കും. മണിയടിയും ബഹളമാണ്, ആകെ അലമ്പാണ് ചെറുക്കൻ. പിന്നെ ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ലൈഫ് അല്ലേ. കുട്ടികളുടെ ബഹളം ഇതൊക്കെ ഉണ്ടെങ്കിലാണ് വീടാവുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരുവിധം എല്ലാം സെറ്റാക്കി വെളി വന്ന് ഞാൻ പ്രാർത്ഥിച്ച് അവരങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ നമുക്കും ഒരു 2 മിനിറ്റ് സമയം കിട്ടി നല്ലോണം പ്രാർത്ഥിച്ച്. ഞാൻ കൃഷ്ണനെ പ്രാർത്ഥിച്ച് എൻ്റെ അടുത്ത പരിപാടിയായ ചായയിലോട്ട് ഇറങ്ങി. വൈകുന്നേരം ഒരു ചായ മസ്റ്റാണ്. ചായ കുടിച്ചില്ലെങ്കിൽ ഒരു എനർജി കുറവാണ്. വൈകുന്നേരത്തെ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു ചായ ഇടലൊക്കെ കഴിഞ്ഞ് ചായ കുടി കഴിഞ്ഞാണ് നമ്മളെ നെക്സ്റ്റ് പരിപാടിയായ അതിനോട് പപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇച്ചിരി തണുത്തുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ചൂടാക്കി അടച്ച് വേവിക്കണം, അല്ലെങ്കിൽ അത് ഒരു കഴിക്കാൻ രസം കാണില്ല. അടുത്തത് പാൽ കുടിക്കുകയാണേ. ഇവൻ പാലൊക്കെ കുടിച്ച് ഇവിടെ ആക്കണ്ട, അതാ ഞാൻ വോയിസ് മ്യൂട്ടാക്കാൻ ഞാൻ കേട്ടോ. ഇതാണിവിടെ പരിപാടികൾ, ഭയങ്കര വർത്താനമാണ്. അടുത്തത് ചേട്ടനെ പഠിപ്പിക്കണം. ചേട്ടൻ അനിയനെ പഠിപ്പിക്കണം, അനിയൻ ചേട്ടനെ പഠിപ്പിക്കണം എന്നറിയാൻ വയ്യ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുന്നുണ്ട്. രണ്ടുപേരെ പഠിത്തം ഒരുമിച്ചാണ് നടക്കുന്നത്. ഇവനെ ഇതുവരെ അക്ഷരം എഴുതിപ്പിച്ചിട്ടില്ല. ഈ വരുന്ന ഇതിന് എഴുതിപ്പിക്കണം കേട്ടോ, വിജയദശമിക്ക്. നെക്സ്റ്റ് അടുത്തത് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും. കണ്ടിന്യൂ പഠിത്തമായ ചെറുക്കൻ ബുക്കൊക്കെ വലിച്ചെടുത്തുകൊണ്ട് പോകും. ഇടയ്ക്കിടയ്ക്ക് മൂത്തവൻ വന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് കളിക്കും, ഇടയ്ക്ക് പഠിക്കും. അങ്ങനെ ഇൻ്റർവെൽ എടുത്തെടുത്താണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറുക്കൊക്കെ സെറ്റാക്കി അടുത്ത കുറുക്ക് കുടിക്കുന്ന പരിപാടിയിലാണ്. മൂത്ത മോനാണെങ്കിൽ ഭയങ്കര മൊബൈൽ അഡിക്റ്റാണ് ആയിരുന്നു കൊച്ചിലെ. ഇതുപോലെ കുറുക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു. മൊബൈലൊക്കെ കാണിച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് നമുക്ക് തന്നെ ലാസ്റ്റ് പണിയായി വരും. അതുകൊണ്ട് ഇളയവനെ ഞങ്ങൾ എന്ത് ചെയ്യും, വെള്ളമൊക്കെ വെച്ച് ഒരു സ്പൂണൊക്കെ കൊടുത്ത് കളിപ്പിച്ചുകൊണ്ടിരുന്നാണ് കുറുക്ക് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം കുടിച്ചോളും. അങ്ങനെ അതും ഇതൊക്കെ ഇട്ട് കൊടുക്കും. അതിലവൻ അത് സ്പൂൺ വെച്ച് കളിച്ച്